എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള വർഷം ഏതെന്ന് ചോദിച്ചാൽ 2025 ഞാൻ പറയും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാണ്? ഇത്രയും മോശമായിട്ടുള്ള വർഷം എൻ്റെ ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. കാരണം 365 ദിവസം ഉണ്ടെങ്കിലും 300 ദിവസം വള്ളിയായിരുന്നു. അതും വിത്തൗട്ട് ഇപ്പം നമ്മൾ ഇൻറ്റൻഷനായിട്ട് ഒരു കാര്യം ചെയ്യാണ്ട് പോലും. ഞാനിത്ര എമോഷണലായിട്ട് സംസാരിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ വെറും 2 എക്സാമ്പിൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ പോവാം. യൂട്യൂബിൽ ആൾക്കാരുടെ മതം നോക്കണ്ട, മനുഷ്യത്വത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ മതവികാരം വ്രണപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വന്നു. എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു പറഞ്ഞതിന് ഹേറ്റ്. നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ ഇതേ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ അയാൾ ഇതിനെ ഒരു ബ്രാൻഡായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടോ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് ആൾക്കറിയാം. ഇതൊന്നും നിങ്ങൾക്ക് കണക്ട് ആവില്ല എന്നറിയാം. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരാളെ സഹായിക്കുന്നത് പുറത്ത് പറയണ്ട എന്നുള്ളൊരു നിലപാടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇത് നിങ്ങൾക്ക് കണക്ട് ആവാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരനും ടൗണിലേക്ക് പോയ സമയത്ത് ഈ നാടോടികൾ ഉണ്ടാവില്ല, അവരുടെ ഒരു കുട്ടി ഡ്രസ്സൊന്നും ഇല്ലാണ്ട് വെയിലത്ത് മുകളിൽ അഴുക്കക്കാർ നടക്കുന്നത് കണ്ടിട്ട് സങ്കടം വന്നിട്ട് ഞാൻ നേരെ പണിയൊക്കെ ഒതുക്കി വെച്ച് തിരിച്ചു പോയി കുറച്ച് ഡ്രസ്സ് എടുത്ത് ഞാനേ നേരെ പോയി ഷർട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കൂടി എന്താ സത്യപ്പ്, ആ കുട്ടീൻ്റെ കുണ്ടിയിൽ കുരുവാണ് ഇത്ര. ഗേറ്റും ലോക്ക് ചെയ്ത്, മെയിൻ ഡോറും ലോക്ക് ചെയ്ത്, റൂമിൻ്റെ ഡോറും ലോക്ക് ചെയ്ത്, അലമാറയും ലോക്ക് ചെയ്ത്, ട്രയൽ കയറി ഇരുന്നാൽ പോലും വള്ളി വന്ന് കാലി ചുറ്റുന്ന സമയമായിരുന്നു എനിക്ക് 2025. ഇപ്പോൾ ജനുവരി 31 രാവിലെ 6 മണിയായി. ഇനിയും കുറച്ച് മണിക്കൂറുകളുണ്ട്. ഇപ്പോൾ ഞാൻ ആലോചിച്ച ബെസ്റ്റ് ഐഡിയ എന്ന് വെച്ചാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാറേ എന്നെ കുറച്ച് നേരം ലോക്കപ്പിൽ വെക്കുക, അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. இதுக்கு மேல உயிர் வாழக்கூடாதுன்னு ஃபேன்ல தூக்கு மாட்டிக்கலான்னு போயிட்டேன். அப்புறம் என்ன, வீட்டுல டேபிள் ஃபேன் தான் இருக்கு, அதுல எப்படி தூக்கு போட்டுக்க முடியும்? கேக்குறாரு கேள்வி.